السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل الصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്ലാം ദീൻ വർഷമായിട്ട് പരിഗണിക്കടെ. ഇസ്ലാം ദീൻ്റെ പുതിയ വർഷ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മുന്നിൽ വന്നുകൊണ്ടുണ്ട്. ഹിജ്റ 1447 നിന്നിട്ട് ഹിജ്റ 1448 വർഷത്തിൽ നാം പ്രവേശിച്ചുകൊണ്ടുള്ള ഇനി ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും വയ്ക്കാനായത് ഈ വർഷ ഹിജ്റ 1448 ചൊല്ലൊരു ബോധ എല്ലാവരുടെ മനസ്സിലും എപ്പോഴും വരും. മുഅ്മിനീങ്ങളെ, ഹിജ്റി വർഷ ഞങ്ങളെ മുന്നിൽ കടന്നു വരുമ്പോൾ ധാരാളം ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ സംബന്ധിച്ചുള്ള അവലോകനങ്ങൾ, ഞങ്ങളുടെ ജീവന എങ്ങനെ പോയോണ്ടുള്ള ചിന്തനകൾ, ഇതുമായി ബന്ധപ്പെട്ട പലതും ഞങ്ങൾ ചിന്തിക്കൊള്ളുന്നിട്ടോ ഖുർആനുകളും ഹദീസുകളും പരിശോധിച്ചു കൊണ്ടാണ്. വർഷങ്ങൾ പോയോണ്ടുണ്ട്, എത്ര സ്പീഡ് പോയോണ്ടുണ്ടെന്ന് ചൊല്ലതാവില്ല. നിമിഷങ്ങളെ പോലെ, സെക്കൻഡുകളെ പോലെ, നാളുകളെ പോലെ, അതേപോലെ വർഷം മുന്നാണ്ട് വന്നിട്ട് ഇണ്ട് പോയിട്ട് 200 വർഷ വേഗത്തിൽ വേണ്ടി കൊണ്ടു. ഇങ്ങനെ ടൈം വളരെ ചുരുങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന് ഖിയാമത്ത് നാളിലെ അടയാളം പോലെ വളരെ വേഗമായിട്ട് വന്നു പോയോ. ഇന്നലത്തെ നാളിനെ ഭാര്യ മുട്ടത്തായിട്ട് ഇണ്ടിനൊരു നാളുള്ള നാളത്തെ അള്ളാഹു നമുക്ക് എത്തുമാത്ര ഇന്ത്യയുടെ മനുഷ്യരെ കൊണ്ട് ചൊല്ലതാവില്ല. ഞങ്ങളെ കൂട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കണം. ഇതേപോലെ ജീവിച്ചിട്ട് ദുനിയാവിൽ നിന്ന് മൺമറഞ്ഞ് ഖബർ ലോകത്തും എത്തിരാതിച്ചുള്ള വിഷയം ഞങ്ങൾ നൽകുകയാണ്. വിശപ്പെട്ട മുഅ്മിനീങ്ങളെ, വർഷങ്ങൾ, തിങ്കളുകൾ, വാരങ്ങൾ, നാളുകൾ അത് മരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. ദുനിയാവോ ഞങ്ങൾ ആശനാക്കുകൊണ്ട് പല ഒരു വർഷത്തിൽ നിന്ന് വിധേയാക്കിയ പുതിയ വർഷത്തിൽ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ദുനിയാവ് അങ്ങനെയായിരിക്കും. പല വിഷയങ്ങൾക്ക് വിധായകളുടെ പുതിയ പലതും സ്വീകരിക്കുന്നത്. അതാണ് ദുനിയാവ് ചെന്നെങ്കിൽ കഴിഞ്ഞ ജാവുടനെ എന്താക്കിയ വിധായാക്കിയ എന്നിട്ട് പോൾ മനത്തെ ഞങ്ങൾ സ്വീകരിച്ച അതേപോലെ തന്നെ എന്തായിരിക്കത് ഞങ്ങൾ ചൂടുകാലത്തിൽ വിധായാക്കിയിട്ട് മഴകാലത്ത് കാൽ വെച്ചുകൊണ്ടുള്ള മഴകാലം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മഴകാലത്തിൽ നിന്നിട്ട് വിധായിച്ചിട്ടോ ചലികാലത്ത് കാൽ വെച്ചുകൊണ്ടിരിക്കട. അതേപോലെ തന്നെ മനുഷ്യന്മാർ, വയസ്സരാൾമാർ ഞങ്ങളിൽ നിന്ന് പലരും മൺമറഞ്ഞു പോയോണ്ടുള്ള പുതിയ പുതിയ മക്കൾ ജനിച്ചുകൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൽ ഇങ്ങനെ പലതും വിധായാക്കിയിട്ട് പലതിലും സ്വീകരിക്കണമെങ്കിൽ വ്യവസ്ഥകളാക്കിക്കൊണ്ടുള്ളെങ്കിൽ അല്ലാഹു തആല ലോകത്തിലാക്കിയ വിഷയമായിട്ട് ഒന്നും അടങ്ങിയിട്ട് ഒതുങ്ങിയിട്ടില്ല. ഇങ്ങനെ ചേഞ്ചസുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ദുനിയാവിൽ വെച്ചൊരു വ്യവസ്ഥ ആയിരിക്കുന്നത്. പക്ഷേ ഒരു നാളിന, ഒരു തിങ്കള്, ഒരു വർഷ ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ 1447 ഹിജ്റ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ റബ്ബുമായിട്ട് ഒരു വർഷം മുട്ടായ ഞങ്ങളെ ആയുസ് ഒരു വർഷം തീർത്ത് ദുനിയാവിൽ നിന്ന് തീർത്ത് ഒരു വർഷം ആഖിറത്ത് മുട്ടായ ചൊല്ലിട്ട് ഒരു ബോധ എല്ലാവരും മനസ്സിലും ഉണ്ടാവുന്നത് അത്യാവശ്യമായിട്ട്. പരിശുദ്ധമായ ഖുർആൻ ചെന്നുകൊണ്ടുണ്ടോ ഇങ്ങനെ വർഷങ്ങളും തിങ്കളുകളും കളിച്ചു കൂടുമ്പോൾ വെറും ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ പോലത്തെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക മാത്രമല്ല, ഈ 4 വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ ചിന്തിക്കാനായ പല വിഷയങ്ങളും ഉണ്ട്. പരിശുദ്ധ ഖുർആൻ യൂനസിൽ ചെന്നുകൊണ്ടുണ്ടോ ഹുവല്ലദീ ജഅല ശംസ ദിയാഅ വൽ ഖമറ നൂറാ വഖദ്ദറഹു മനാസിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യത്തെ പ്രകാശമാക്കിയിട്ട് ചന്ദ്രത്തെ പല ഗഡുകളാക്കിയിട്ട് നിങ്ങൾക്ക് നാളുകളും തിങ്കളുകളും അറിയുക വേണ്ടി വ്യവസ്ഥകൾ അല്ലാഹു തആല ആക്കിയിട്ട്. പക്ഷേ അല്ലാഹു ഇതിലെ ഈ വ്യവസ്ഥകളാക്കി വെച്ചതിലെ പർവ്വത്തിൽ പല നേരുകൾ, പല ഹക്കുകളുണ്ട്. അത് ഗുൻതുൽ ആൽമാർ അതിൽ നിന്ന് പാഠ പഠിക്കാറ് ചൊന്നിട്ടു ഖുർആൻ ചൊന്നോടുള്ള ഇന്ന ഫിഖ്തിലാഫിൽ ലൈലി വന്നഹാർ വമാ ഖലഖല്ലാഹു ഫിസ്സമാവാതി വൽ അർദ് ലആയാതിൻ ലിഖൗമി യത്തഖൂൻ. പോലും ജാവു ഇങ്ങനെ ചേഞ്ചസ് ആയോണ്ടിക്കട, ഇങ്ങനെ നാലുകത്തി നോണ്ടിക്കട്, വാരങ്ങൾ തിങ്കള് വർഷങ്ങൾക്ക് നോണ്ടിക്കട്.
ഇങ്ങനെ റബ്ബു സുബ്ഹാനഹു വ തആല ആക്കിർദരെ പെറോത്തുൽ തഖവുള്ള ആൾമാർ ചൊമ്മ ചിന്തിക്കുന്നുണ്ടോ ആഗതിൽ ചൊമ്മ ദൃഷ്ടാന്തമുണ്ടോ അങ്ങ ചൊമ്മ വിഷയം മനസ്സിലാക്കുന്നുണ്ടോ ചെന്നിട്ടോ പരിശുദ്ധമായ ഖുർആൻ ചൊന്നുകൊണ്ടിരിക്കുമ്പോ ഇതുകൊണ്ടുള്ള പാഠങ്ങൾ നിങ്ങൾ പഠിക്കണം മുഅ്മിനീങ്ങളെ. ഇത് ചെറിയൊരു പരീക്ഷ പോലെ ആയിരിക്കട്ടെ, ഞങ്ങളെ കന്നഡ മുന്നിൽ കാട്ടിക്കൊണ്ട് തന്നുകൊണ്ടുള്ള ഒരു വിഷയമായിരിക്കട്ടെ. എന്തിനേണ്ട കൊണ്ടുണ്ട ഞങ്ങൾക്ക് ഒരു 4 തീര് ജാവ് പണ്ട് പോലുണ്ട് പോലു തീര് ജാവ് പണ്ട് ജാവ് തീര് പോലുണ്ട് നിങ്ങൾ തീര് പിന്നെ വർഷങ്ങൾ തീര് ഇതെല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ടുള്ളത് ഈ ദുനിയാവ് ഇതേപോലെ തീരവുണ്ടോ? ദുനിയാവിൽ മനുഷ്യ ശാശ്വതമല്ല ചെന്നിട്ടുള്ള ഒരു വിഷയം ഈ ഖുർആനിന്റെ പരിപാടിയുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ മനുഷ്യർ ചിലപ്പോ ആയുസ് യാറയാറായിട്ട് ലാസ്റ്റിക് ആയുസിനെ വളരെ നീചമായ ഒരു സാഹചര്യത്തിലും എത്ര വളരെ വാർദ്ധക്യം പിടിച്ചിട്ട് കിടത്തത്തിലാവിടെ ദുനിയാവിടെ വിഷയാണ്ട് ഗുന്തില്ലാണ്ട് അവിടെ ആൾ മാറുമുള്ളാറ്. ഇങ്ങനെ അള്ളാഹു ദുനിയാവുടെ വ്യവസ്ഥകൾ പല വ്യത്യസ്തങ്ങളാക്കുമ്പോ അതിനെ മുഖാന്തരം ചിന്തിച്ചിട്ട് ജീവിതം നല്ലാക്കിടങ്ങ ആഖിറത്തെ ഓർക്കിടങ്ങ അങ്ങനെ ജീവിത വ്യവസ്ഥരെ ബദലാവനാക്കടെ ആൾമാർ 4 ബദലായ പോലെ വർഷ ബദലായതുപോലെ തിങ്കള് ബദലായതുപോലെ ജീവന ബദലാക്കടെ ആൾമാറുള്ളാറില്ലേ. അങ്കിത് വലിയൊരു പാഠമാണ് സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ലോകത്ത് പേരുകേട്ട വലിയ പണ്ഡിതനും അതിരകാണ്ടി യാത്രകളിലെ വലിയ പ്രഭാഷണക്കാരായിരിക്കണം. ഏകദേശം 900 വർഷത്തിന് മുന്നോട്ട് ജീവിച്ച മഹാനായിരിക്കണം. അയാൾ കൊണ്ടോ ഇൻസാൻ മനുഷ്യർക്ക് അത്യാവശ്യമാണ് ടൈമുടെ മഹത്വം മനസ്സിലാക്കണോ, ടൈമുകളുടെ വില മനസ്സിലാക്കണോ. വേസ്റ്റാക്കി തീർക്കിടല്ല, ഉറങ്ങിയിട്ട് മാത്രം തീർക്കിടല്ല. ഉറങ്ങിടത്തര ഉറങ്ങണു, പക്ഷേ അമലാക്കിടത്തര നല്ലതാക്കിടത്തര ഇബാദത്താക്കിടത്തര പാവത്തങ്ങളെ ഹെൽപ്പുകൾ ഇങ്ങനെ നൽക കുടുംബ ബന്ധങ്ങൾ ചേർക്കല് ഇങ്ങനെ നന്മകൾക്ക് വേണ്ടിയിട്ട് ടൈമിടെ യൂസ് ആക്കണോ. ഓരോ ടൈമും വേസ്റ്റ് ആക്കിയിട്ട് നന്മകളാണ്ട് തീർവുതീറാ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. മുഅ്മിനായ മനുഷ്യന്മാരായ ഞങ്ങൾക്ക് എത്ര വർഷങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ട് എത്ര ജീവിത പക്ഷെ ഞങ്ങളുടെ ജീവിതം എന്തൊരു ചേഞ്ചസ് ആയിട്ട് ആൾച്ചനാക്കുന്നുണ്ട്. ഞങ്ങൾ എന്തൊരു ചേഞ്ചായ വർഷം ചേഞ്ച് ആയിട്ട് 1446-47 വന്നിട്ട് ഇപ്പൊ എത്രയോ നാളുകളെ പോലെ വർഷ തീർത്ത് 48 പ്രവേശിച്ചുകൊണ്ട് ഞങ്ങൾ എന്തൊരു ചേഞ്ചായ ഞങ്ങൾ ഹൃദയത്തിലുള്ള അശ്രദ്ധ ആഖിറത്തെ സംബന്ധിച്ചുള്ള അശ്രദ്ധ പോയോണ്ടുണ്ടാ. ഹൃദയ ഗട്ടിയാവുള്ള ഇൽമു കേട്ടെങ്കും സമാവില്ല, മരിച്ച വിഷയം കേട്ടെങ്കും സമാവില്ല, സീക്കയുടെ വിഷയം കേട്ടെങ്കും ഹൃദയത്തിനൊന്നും തട്ടില്ല. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണമാ. ദോഷങ്ങളാണെങ്കിലും ആകാശത്ത് തട്ടത്ര ദോഷങ്ങൾ ഞങ്ങളിൽ വന്നുകൊണ്ടുണ്ട്. പായതുകൊണ്ടിട്ട് പുതിയ വർഷ പറയുമ്പോ പുതിയ സ്വരയന്ത്രങ്ങൾ അലട്ടായോണ്ടുണ്ടോ, പുതിയ നല്ല പലക്കങ്ങൾ എന്തിനായോണ്ടുണ്ടോ, ജീവിതത്തെ വടക്കുകൾ പാടിയിട്ട് നന്മകളെ ചിന്തന നിങ്ങൾക്ക് വന്നുകൊണ്ടുണ്ടാ. ആദം ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചൊല്ലു, ഓ മനുഷ്യൻ നീനെ ഒരു നാളായിട്ടിക്കട, നിന്റെ നിന്ന് ഒരു നാൾ പോയെങ്കിൽ നിന്റെ ഒരു കൊറിയ അംശ പോയ പോലെ മനുഷ്യരുടെ നാളായിട്ട് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ടുണ്ടോ. നിന്റെ ഒരു ഭാഗ ഒരു പോയ പോലെ ഒരു നാൾ പോകുമ്പോ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു ചൊല്ലു, അജബൽ ലിഖൗം, ഒരു കൂട്ട ആൾമാർ എത്ര അത്ഭുതമാണ്, അതിൽ പെട്ടമാണ് നോക്കണം. എന്ത് യഅമലൂന ലിദാരിൻ യർഹലൂന ബിൻ അൻഹാ, ഇങ്ങ ഒരു ഔത്തിന് വേണ്ടി ഒരു റായത്തിന് വേണ്ടി ഇങ്ങ സ്വറാക്കിക്കൊണ്ടുള്ളത്. പക്ഷേ ആ റായവും ആ അവവും അങ്ങനെ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നു. ഓരോരോ നാല് പോയ പോലെ അത് ദൂരായി വന്നുകൊണ്ടുള്ളേ. പക്ഷെ യദഊന അയ്യാമലു അങ്ങനെ സ്വറാക്കരുത് വിട്ടുകൊണ്ടുള്ളാറോ ലിദാരിൻ ഒരു റായത്തിന് വേണ്ടിയിട്ട് നല്ല ചിന്തിക്കൊണ്ടു. യർഹലൂന ഇലൈഹ കുല്ല യൗമിൻ മർഹല, ഓരോരോ നാല് വരുമ്പോമേ അതുക്കങ്ങ് മുട്ടായുണ്ടുള്ളാറ്. അപ്പൊ ഒരു ജാഗിക യാത്ര പോയോണ്ടുള്ളാറ്. ആ പോണ്ട ജാഗിക മുട്ടായിട്ടുള്ളാറ്. അഥവാ ആഖിറാത്തുകളുടെ ഖബറുകളുടെ ജാഗിക ഓരോരോ നാല് പോയ പോലെ മുട്ടവായിട്ടുള്ളാറ്. എന്നിട്ടോ സ്വരം അതിന് വേണ്ടി സ്വറാക്കില്ല, ആ റായത്തിന് വേണ്ടി ഒരുങ്ങില്ല. പക്ഷെ ഈ ആക്കിക്കൊണ്ടുള്ള സ്വരങ്ങൾ എന്തിനായിരിക്കട്ടെ, വിട്ടുപോകേണ്ട റായത്തിന് വേണ്ടിയിട്ടായിരിക്കട്ടെ. ഒരിക്കലും ഇതാവുക തീരാ, ഒരിക്കലും ഇങ്ങനെ ആവുക തീരാ. ഓരോരോ നാളും കുമാരൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ നാളിലും മനുഷ്യ നാളുകൾ ചൊല്ലുക, അന യൗമുൻ ജദീദ്, ഞാൻ പുതിയ നാളായിരിക്കട്ടെ, നിന്റെ അമലുടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കട്ടെ. പക്ഷേ നിന്റെ നീ ഉപകാരം എടുക്കണോ ഓരോരോ നാളും ചൊല്ലു. ഈ 12ത്തെ നാൾ
നന്റെ നീ ഉപകാരം എടുക്കണം. കാരണം നാം ഇത് വിട്ടുപോയെങ്കിൽ കഴിഞ്ഞു പോയ നാൾ ഒരിക്കലും നാം തിരിച്ചു പറകില്ല. ആയതുകൊണ്ടും നിങ്ങളായ മനുഷ്യന്മാരായ ഞങ്ങൾ പുതിയ വർഷം വരുമ്പോൾ ഞങ്ങളെ ചിന്ത ഞങ്ങളെ വേണു. ഈ 4 വർഷങ്ങൾ തീർന്നുകൊണ്ടുണ്ടോ ഞങ്ങൾക്ക് ഇത് തിരിച്ചു വണ്ടില്ല. ആയതുകൊണ്ട് ഞങ്ങളെ ആ പോണായ യാത്ര ആക്കണായ രായത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുള്ള സ്വരങ്ങൾ വേണോ. പുതിയ വർഷം വരുമ്പോൾ ചിന്തിക്കണായത് ഞങ്ങളെ നാളത്തെ നാളുകൾ വേണ്ടി ഖുർആൻ ചൊന്നുകൊണ്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കോറോ ഖുർആൻ ചൊല്ലോ മാ ഖദ്ദമത് ലിഗദ്. നിങ്ങളെ നാളുകൾ വേണ്ടിയിട്ട്, നിങ്ങളെ ഖബറിന്റെ പിന്നത്തെ ജീവനത്തെ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആഖിറ ജീവനത്തെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാക്കി വെച്ചാറ് ചെന്നിട്ടാണ് നിങ്ങൾ ചിന്തിക്കുകയുള്ളേ. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ അങ്ങനെ ചിന്തിക്കുകയാണ് ചെന്നോണ്ടില്ലേ. പുതിയ വർഷങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ആലോചിക്കും. അയ്യുഹന്നാസ് ഹാസിബു അൻഫുസകും യൗം ഖബ്ല അൻ തുഹാസബു. റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ടുണ്ട്, മനുഷ്യന്മാരെ നിങ്ങൾ ഹിസാബ് അല്ലാഹു തആല ആക്കുകൊണ്ടു അതിനെക്കാട്ടി മുന്നോലേ നിങ്ങൾ ഹിസാബാക്കോ. ആ ഖബറിൽ പോയിട്ട് ആഖിറത്ത് പോയിട്ട് ഹിസാബ് വേണ്ട മുന്നോലോ. ഇങ്ങനത്തെ നാളുകളിൽ വരുമ്പോൾ വർഷങ്ങൾ വരുമ്പോൾ ഓരോ ടൈമിൽ നിങ്ങളെ വേണ്ടി ഹിസാബാക്കേണ്ടിയിരിക്കണം. നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾമാർ ആലോചിച്ചിട്ട് റസൂലുള്ളാഹിയുള്ളൂ. ആയുസ്യാറായ ആൾമാർ. പക്ഷെ ആയുസ്യാറായത് കൊണ്ട് മാത്രം ഖൈറാവില്ല. അമല് നല്ല ആവണോ. അപ്പൊ വർഷയാറെ കിട്ടിയത് കൊണ്ട് നീ വലിയ ഖൈറുണ്ട് വിചാരിക്കണ്ട. 1447 പോയിട്ട് 48 എത്തിയാക്കുന്നത് കൊണ്ട് ഖൈറുണ്ട് വിചാരിക്കണ്ട. അതിനിക്ക് ഖൈറാവണ വർഷ പുതിയ വർഷം എനിക്ക് ഖൈറാവണ. അല്ലാഹുവിനെ ഒരു വർഷം തന്തു ചൊല്ലത് എനിക്ക് ഖൈറാവണ. അമല് നല്ലാവണോ, ഇബാദത്ത് യാറാവണോ, നന്മകൾ യാറാവണോ. ആയതുകൊണ്ട് ഒരു ചേഞ്ചസ് നിസ്കാരത്തെ വിഷയത്തിലൊരു ചേഞ്ചസ്. നല്ല നിസ്കാരങ്ങൾ, ഖുശൂ ഉള്ള നിസ്കാര, സുന്നത്ത് നിസ്കാരങ്ങൾ, ധാരാളം ഖുർആനോത്തുകൾ, ഒരു ചേഞ്ചസ്, ദിക്റുകളെ കൊണ്ട് നാവ് പച്ചാവിടെ ഒരു ചേഞ്ചസ്, ഹൃദയം കിബിറിൽ നിന്നിട്ട്, നഞ്ചിൽ നിന്ന്, നരക്കത്തിൽ നിന്നിട്ട്, എല്ലാ ഫിത്നകളിൽ നിന്നിട്ട് ഹൃദയത്തെ മാറ്റി ചേഞ്ച് ആക്കണമെങ്കിൽ ഒരു ചേഞ്ചസ്. അതുപോലെ ദീർഘമായിട്ട് വന്നുകൊണ്ടുള്ള ദോഷങ്ങൾ നിപ്പാട്ട ചേഞ്ചസ്. ഇങ്ങനെ വർഷ ചേഞ്ച് ആകുമ്പോൾ ഇബാദത്തിലും ഖൽബിലും സ്വഭാവത്തിലും ചേഞ്ചസ് വന്നിട്ട് അള്ളാഹുവായിട്ട് നിങ്ങൾ മുട്ടാവുക വേണ്ടിയിട്ട് ശ്രമിക്കണോ. അതാണ് സഹോദരങ്ങളെ വർഷാവുമ്പോൾ ഞങ്ങൾ ചിന്തിക്കണായത്. അതായത് ഞങ്ങൾ ചിന്തിച്ചാറാ ഇല്ലേ. ഖുർആൻ ചെന്നുകൊണ്ടുണ്ടോ ഞങ്ങൾ ചിന്തിച്ചെങ്കും ഹൈസാബാകും ഇല്ലെങ്കും ഞങ്ങൾ എഴുത്ത് പോന്നോണ്ടേ ഉണ്ട്. ഞങ്ങൾ ആമൽ എങ്ങനെ പോയിട്ടുണ്ട്. നാളെ ഖിയാമെന്നാൽ ഞങ്ങളെ മുന്നിൽ തണ്ട് കിതാബ യൽഖാഹു മൻസൂറ. എല്ലാം നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചില്ലേ, ചിന്തിക്കോര് ആക്കാണ്ടിക്കോര്. ഖുർആൻ ചെന്നുകൊണ്ടത് എല്ലാം നിങ്ങൾക്കും പരത്തിട്ട് അള്ളാഹു താല തറ കൊണ്ടുണ്ട്. ആ നാളിൽ ഞങ്ങൾ പരാജയപ്പെടുക തീരാ. അണ്ടത്തെ നാൾ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ടായെങ്കിൽ ഈ നാളുകളും വർഷങ്ങൾ ചേഞ്ച് ആവുമ്പോൾ ഞങ്ങൾക്ക് നല്ല പരിവർത്തനയുടെ ചിന്തനകൾ ഞങ്ങളെ ഖൽബിൽ പറഞ്ഞു. ജീവിത ചെന്തിസ്താവുടെ ചിന്തനകൾ പറഞ്ഞു. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പുതിയ വർഷം വരുമ്പോൾ കുല്ലു ആം വഅൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും അഹ്യാകും അല്ലാഹു ലിഅംതാലി പോലത്തെ അഭിവാദ്യങ്ങൾ വാട്സപ്പിലോ ഫോണിലോ മറ്റെന്ത്ര സ്റ്റേറ്റസിലാ പരസ്പരം അറിയിക്കുക സുന്നത്ത് ചെന്നിട്ടോ. സർവാനി ഇമാം പോലോത്തുന്ന പല കിതാബിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടുള്ളാറ്. മുഹറം തിങ്കൾ വളരെ മഹത്വമേറിയ തിങ്കളാണ്. പരിശുദ്ധ റമദാനുകളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള തിങ്കൾ മുഹറമായിട്ട് ഇവിടെ നോമ്പ് പിടിക്കുകയും അമലാക്കുകയും അത് നിങ്ങളെ ഫത്ഹുൽ മുഈൻ പോലത്തെ കിതാബിലും അങ്ങനെ ചെന്നിക്ക് തീർച്ചയായിട്ട് റമദാനുകളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള തിങ്കളാണ് മുഹറം എന്ന തിങ്കൾ. നോമ്പുകളിലൂടെ, നന്മകളിലൂടെ, ഇബാദത്തിലൂടെ സ്വീകരിക്കണോ. വർഷ ലാസ്റ്റാവുമ്പോൾ അഥവാ ദുൽഹജ്ജ് നിങ്ങളുടെ തുടക്കത്തിലും 10 നാൾ ബഹുമാനിച്ചിരുന്ന പലരും 9 നാൾ നോമ്പിടിച്ചിട്ട് 10 നാൾ ഇബാദത്തെടുത്ത അത് വർഷ ലാസ്റ്റ് ടൈമായ തിങ്കളാണ്. അതേപോലെ ഒരു വർഷത്തെ ലാസ്റ്റും ഇന്നൊരു വർഷത്തെ തുടക്കം ഖൈറാവൽ വിജയത്തെ ലക്ഷണമുണ്ടാണ് ഇമാമിക പരിപാടി. അത് കഴിഞ്ഞാണ് മുഹറമിന്റെ തുടക്കങ്ങൾ. എന്താക്കണം ചെന്നുകൊണ്ടുള്ളേ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം ചെന്നിട്ടു ഇമാമി ഹദീസുകൾ വ്യാഖ്യാനിച്ചിരുന്നുകൊണ്ടുള്ളത്. അതുപോലെ നടക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പുതിയ വർഷങ്ങൾ സമൃദ്ധിയും ബറക്കത്തും നിഅമത്തും തഖ്വയും ഏറാക്കട്ടെ. തിങ്കളായിട്ട് വർഷമായിട്ട് അല്ലാഹു ആക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.